ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു യാത്രയിലാണ്. ചെറിയൊരു യാത്രയല്ല, ഇച്ചിരി വലിയ യാത്രയാണ്. ഞാൻ, ഹസ്ബൻഡ്, മക്കള്, അമ്മ, ഞങ്ങൾ 5 പേരും കൂടി പോകുന്നത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. അത് നമ്മുടെ പാടത്ത് നമ്മുടെ വീട്ടിൽ നിന്നും, വെള്ളംതെറ്റി വീട്ടിൽ നിന്നും ഏകദേശം ഒരു 90 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട്. അതായത് കാഞ്ഞിരപ്പള്ളി പാല പൈക എന്ന് പറയും. അവിടെയാണ് കുഞ്ഞമ്മയുടെ വീട്. ഞങ്ങൾ യാത്ര തിരിച്ചു. ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് കാണാം. വഴിയിൽ വെച്ചിട്ട് ഞങ്ങളാണെങ്കിൽ കശുവണ്ടി കണ്ടായിരുന്നു, അത് വാങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അവിടത്തേക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പിന്നെ അല്ലിക്കുട്ടൻ നല്ല വഴക്കായിരുന്നു കേട്ടോ. അവന് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചതിൽ ഒരെണ്ണം എടുത്ത് കയ്യിൽ കൊടുത്തു. അവൻ അതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. യാത്ര തിരിച്ചിട്ട് കുറേ സമയമായില്ലേ, അപ്പം ഞങ്ങൾക്കൊക്കെ ക്ഷീണമായി തുടങ്ങി. അപ്പം വഴിയിൽ വെച്ചിട്ടൊരു കോഫി ഷോപ്പ് കണ്ടു. അന്നേരം ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. കോഫിയും എന്തെങ്കിലും ഒരു പലഹാരവും കൂടെ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് കോഫിയൊക്കെ കുടിച്ചു. എന്നിട്ട് ഏകദേശം അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നേ. എങ്കിലും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചായയും കോഫിയല്ല കേട്ടോ കുടിച്ചത്. ഞാൻ കോഫി കുടിച്ചു എന്നായിരുന്നു പറഞ്ഞത്. കോഫി ഷോപ്പെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ കോഫി വായിൽ വന്നത്. ചായയായിരുന്നു കുടിച്ചത്. ചായ കുടിച്ചു. അതുപോലെ തന്നെ മുട്ട ബജ്ജി ഉണ്ടായിരുന്നു, മുട്ട ബജ്ജി കഴിച്ചു. ഏത്തക്കപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പലഹാരങ്ങളെല്ലാവരും ഓരോന്ന് കഴിച്ചു. അതൊക്കെ കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബദ്രിക്കാണെങ്കിൽ ബൂസ്റ്റ് ചായ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ബൂസ്റ്റ് ഇട്ട ചായയാണ് കുടിക്കുന്നത്. അങ്ങനെ ചൂട് ചായയൊക്കെ ഇങ്ങനെ ഊതി കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു പൊൻകുന്നമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കോട്ടയം ബോർഡൊക്കെ കിടക്കുന്നു. ഇവിടുന്ന് ഒരു 33 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോട്ടയമാണേ. അപ്പം നമ്മൾ ഏകദേശം അവിടെയൊക്കെ എത്താറായി. പൊൻകുന്നം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ ഏകദേശം പൈകയൊക്കെ ആവാറായപ്പോഴത്തേക്കിന് ഏകദേശം സന്ധ്യയായി തുടങ്ങി. സന്ധ്യ മീൻസ് ഇരുട്ടായി തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ വീടിനടുത്ത് എത്താറായപ്പോഴത്തേന് കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ വാങ്ങിച്ചു. ഇതാ കണ്ടില്ലേ ബോർഡ്, പൈക നമുക്ക് എത്തേണ്ടുന്ന പ്ലേസാണേ. അവിടെയാണ് കുഞ്ഞമ്മയുടെ വീട്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനം കൂടെ ഒക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വീണ്ടും അവിടുന്ന് വണ്ടി എടുത്ത് പതുക്കെ യാത്ര തിരിച്ചു. നമ്മൾ എത്താറായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞമ്മയോട് പറഞ്ഞിട്ടില്ല കേട്ടോ വരുന്ന കാര്യം. ഒരു സർപ്രൈസ് ആവട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ അച്ചാച്ചൻ വിളിച്ചിട്ട് സർപ്രൈസ് പൊട്ടിച്ചു. വിളിച്ചിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു പിള്ളേരങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞമ്മ അറിയാതിരിക്കില്ലേ, അപ്പോൾ സർപ്രൈസൊക്കെ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ പുള്ളിക്കാരിക്ക് സർപ്രൈസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരിക്ക് നല്ല പനിയായിരുന്നേ. പനിയായിട്ട് ഇങ്ങനെ ന്യൂമോണിയ പോലെ എന്തോ അഡ്മിറ്റായിട്ട് കിടക്കുമായിരുന്നു. ഒരാഴ്ച ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കാണാമെന്ന് വിചാരിച്ചു വന്നതാ. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അമ്മയും കുഞ്ഞമ്മയും കൂടെ പറയുന്നത്. അപ്പോൾ അവർ ചേട്ടത്തി അനിയത്തിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമായിരുന്നു. അവരങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അല്ലുക്കുട്ടനാണെങ്കിൽ അവൻ്റെ പതിവ് പരിപാടികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ കുസൃതികളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ അവന് സമയം കിട്ടിയതേ ഇല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. കുറേ നാളായി അവർ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ അവർ കണ്ടപ്പോൾ തന്നെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കുഞ്ഞമ്മ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവിടെ പിള്ളേരും എല്ലാവരും കൂടെ ശരിയാക്കിയത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അതെല്ലാം ശരിയാക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് മാത്രമല്ലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതെല്ലാം റെഡിയാക്കി. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ്റെ മാമിയും മാമനും കുഞ്ഞമ്മയും അവർ 3 ഇങ്ങനെ അവനായിട്ട് കളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ ഭയങ്കര ഉപദ്രവമാണ്. അവനാണെങ്കിൽ ശക്തിമാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര
കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ അവനായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ സമയമൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നു. ഡ്രസ്സൊക്കെ മാറി എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ടൈമായിരുന്നേ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.